What made you stop actually? I was just parking my bike there and I saw something different person like cycling, and then I tried to observe and I was coming. I saw this board like Hyderabad. I was not clear that board, but I saw the board and Hyderabad to get. സോ ഗൈസ്, ഇവിടെയാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. ഞാൻ മാത്രമല്ല ഇവിടെ കിടന്നത്, വേറെയും ലോറിയിലും കാറിലൊക്കെ വന്ന ആൾക്കാർ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഈവൻ പെട്രോൾ പമ്പിലെ സ്റ്റാഫുകൾ വരെ ഞങ്ങളൊക്കെ ഒരേ തെറ്റിൽ കിടന്ന് ഉറങ്ങിയത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ട്രീറ്റിംഗ് ആയിരുന്നു അവരുടെ സൈഡിൽ നിന്ന്. മോർണിംഗ് ഗൈസ്. സോ എല്ലാം റെഡിയാക്കി നമുക്ക് ഡേ 2ലേക്ക് പോകാം. സോ താങ്ക് യു വൺസ് അഗെയിൻ ടു ദിസ് പെട്രോൾ പമ്പ്. കിഡിലൻ സർവീസ് ആയിരുന്നു, നന്നായിട്ട് ഉറങ്ങി ഞാൻ. സോ ഗൈസ്, എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ജഡ്ചർല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്ന് എനിക്കിന്ന് പോകേണ്ടത് കർണൂളാണ്, ആന്ധ്രാപ്രദേശ്. കാരണം ഓൾമോസ്റ്റ് ഒരു 140 കിലോമീറ്റർ ഉണ്ട്. സോ അതിന് കുറച്ച് എനർജി വേണം. നല്ല അടിപൊളി ദോശ സൈക്കിളോടെ ഇരിക്കുന്നത്. ദോശ എങ്ങനെയുണ്ടെന്ന് പറയാം. അടുത്ത കടയിൽ സാമ്പാറുണ്ട്. ഭയങ്കര ഫ്ലേവർ. സാമ്പാറിൻ്റെ പുറം 70. നല്ല ലൊക്കേഷൻ. യെസ് ഗൈസ്, ഐ എം ബാക്ക്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന ബ്ലൂ സ്പൈഡർമാൻ എന്നാണ്. കാരണം ഞാൻ അതുപോലെ പോകുന്നത്. കാരണം ഫുൾ കവർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ദേഹം പൊള്ളിപ്പോവും. ആൻഡ് ഈ ചൂട് രാവിലെ 9-9:30 അത്രയും ചൂടുണ്ട്. എനിക്കറിയില്ല NH ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇത്രയും വണ്ടികൾ പോകണതുകൊണ്ടാണോ എന്നറിയില്ല, മൊത്തത്തിൽ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കർണൂൾ പോകാൻ 79 കിലോമീറ്റർ ഉണ്ട്. ആൻഡ് ഐ നോ ദാറ്റ് ഇതെനിക്ക് ഒറ്റ സ്ട്രെച്ചിലൊന്നും നടക്കില്ല. ഐ നീഡ് ടു ടേക്ക് ഇൻ ബിറ്റ്വീൻ സോ മെനി ബ്രേക്സ്. സോ ഞാനിങ്ങനെയുള്ള ഓരോ ഗോഷ്ടികളൊക്കെ കാണിച്ച് ഐ ഫീൽ ലൈക്ക് ഏതെങ്കിലും ഒരു ലോറിയുടെ ബാക്കിൽ ഇങ്ങനെ വലയൊക്കെ ഇട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോവും. ആൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം 2 സൈഡും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ വി ആർ കവറിങ് NH44. സോ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പിന്നെ ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ നല്ല വല്ല പ്ലാന്റേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് എടുത്ത് വയ്ക്കും. കാരണം അപൂർവങ്ങളിൽ അപൂർവമാണ് ഞാൻ ഓരോന്ന് കാണുന്നത്. ബാക്കി എല്ലാ സ്ഥലവും എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആണ്. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത ബ്രേക്ക് എടുത്തു ഒരു പെട്രോൾ പമ്പിൽ. ഇവിടെ ആക്ച്വലി ഒരു പോലീസുകാരനുണ്ടായിരുന്നു, ഒരു പോലീസ് സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ അടുത്ത് വന്നു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ഹി വാസ് സോ കൺസേൺ. എൻ്റെ അടുത്ത് ഇങ്ങനെ എമർജൻസി നമ്പരൊക്കെ എഴുതണം അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന ഈ റൂൾസ് ഉണ്ട്, ഇതൊക്കെ എല്ലാ പെട്രോൾ പമ്പിലും അവർ ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. സോ ഇവിടെ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ ഈ ധാബയിൽ വന്നു. സോ ഈ ധാബയിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. അതിന് നിങ്ങൾ അടുത്ത ഈ വീഡിയോയിൽ ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ 2 ഇയർഫോൺ ഉണ്ട് എൻ്റെ 2 ചെവിയിൽ. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ധാബയിൽ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 റൊട്ടിയും അവിടുത്തെ ബീഹാറി സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. കൊള്ളാം.
സോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ കുറേ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പിന്നെയും സൈക്കിൾ ഓട്ടിയപ്പോഴാണ് ഈ ഒരു വലിയ റിവർ കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് കൃഷ്ണ റിവർ അല്ലെങ്കിൽ കൃഷ്ണ നദി, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരുവിധം വലിയൊരു നദിയാണിത്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൽ കൂടിയൊക്കെ പോയി പാസ് ചെയ്ത് വന്നു. ഞാൻ എൻ്റെ സ്റ്റോറിയിലോട്ട് വരാം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ധാബയിലിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഇയർഫോൺ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ക്ലീൻ ചെയ്യാൻ വന്ന അമ്മച്ചി അവർ അതിൻ്റെ ക്ലീൻ ചെയ്യണതിൻ്റെ കൂടെ കൊണ്ടുപോയോ അതോ ആരെങ്കിലും അവിടെ നിന്ന് എടുത്തോ ഒന്നും എനിക്കറിയണില്ല. കാരണം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അത് കാണാണ്ടായി. ഞാൻ പിന്നെ ആ കട മൊത്തം തപ്പി, വേസ്റ്ററിന് അവിടെയൊക്കെ പോയി തപ്പി. പക്ഷേ എൻ്റെ ഇയർഫോൺ പോയി ഗൈസ്. അങ്ങനെ എനിക്കിപ്പോൾ ഒരു ഇയർഫോൺ മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ വാസ് കീപ്പ് ഓൺ സൈക്ലിങ്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും കർണൂലിൽ എത്തണം, അതായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ്. കാരണം ഞാനിത് ഡേ 1 ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. ഇത് ഡേ 2 വൈകുന്നേരമായി, എനിക്കിപ്പോഴും അത് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടേയിരിക്കുക, ഇടയിൽ ബ്രേക്ക് എടുക്കുക. ആൻഡ് ഐ കവേർഡ് ഓൾമോസ്റ്റ് 130 കിലോമീറ്റേഴ്സ്. അപ്പോഴാണ് ഹായ് Can I take a photo of you? Sure. Can I take a video? It's fine. It will come in YouTube. Like on what cause are you traveling? Like, first of all, I like traveling in cycle long distance. And I'm a teacher, science teacher. So basically my intention is to convey to parents is that you have to encourage your children to follow their passion. Don't compare your child talent with some other children. But I didn't make any board, so that I have to convey that to every person who asks me. You have a YouTube channel. Yeah, Okay, can I subscribe? of course. Instagram also same name only. Yeah, okay. First let me subscribe YouTube. I saw here. Can you please say that YouTube channel? Life with San. Sorry? Life with San. Sangeet, first 3 letters. Life with San. San. Life with Sanju something. Ah, Yeah, is this you? Yeah. Yeah, okay. Yeah, you got one new subscriber. Thank you. Yeah, welcome to Kurnool by the way. Okay. Yeah. So what's you doing? What's your job? Sorry? What's your job? I work as a soft skill trainer in an NGO. Okay, nice. Yeah. Nice. Yeah. Hi to your subscribers and viewers. Yeah, so this will be the intro video. Yeah, okay. For that day. Let it be. Yeah. No, fine. What else? What made you stop actually? I was just parking my bike there and I saw something different person like cycling, and then I tried to observe and I was coming. I saw this board like Hyderabad. I was not clear that board, but I saw the board and Hyderabad to Kerala. By the way, are you Telugu? You know Telugu? No. Don't know. Completely Malayali. Malayalam. Malayalam. I guess I know little Malayalam. Korchu. Sugamano. I know a little basic intro of Malayalis, but I don't know. Sugam. Natil evideya? നാട്ടില് പാലക്കാട്. Palakkad. Oh, that's a nice place. Oh, I have one of my friend there. I never expected I will meet a person in Andhra who knows Malayalam. എനിക്ക് കുറച്ച് മലയാളം അറിയാം, പക്ഷേ നന്നായിട്ട് അറിയില്ലേ, കുറച്ചറിയാം. മതി. Okay, താങ്ക് യു. സോ ഗൈസ്, പെട്രോൾ പമ്പിൽ ഉറങ്ങേണ്ട ഞാൻ അവസാനം ഈ ബിൽഡിങ്ങിലെത്തി. സോ ആഫ്റ്റർ മീറ്റിംഗ് ഹർ, ഷീ ഇൻട്രൊഡ്യൂസ് മീ ടു ഹർ സം ഓഫ് ഹർ ബ്രദേഴ്സ് ഫ്രണ്ട്. അപ്പോൾ അവർ വഴി ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ 5th ഫ്ലോറിൽ പോയി ഫ്രഷായി അവരുടെ കൂടെ റെഡിയായി വന്ന് ബൺമസ്കയും ചായയും കഴിക്കുകയാണ്. സി ഐ എം വിത്ത് റാൻഡം പീപ്പിൾ. ആൻഡ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടാറെഡ്ഡി ഫോർട്ട്, കർണൂലിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ലാൻഡ്മാർക്ക്. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് ഒരു റാൻഡം പേഴ്സൺ, ഞാൻ ഇരുന്ന് ചായ കുടിക്കുന്നതും ബൺമസ്ക കഴിക്കുന്നതൊക്കെ ആരുടെയോ കൂടെ, എനിക്ക് അവരെ അറിയുക പോലുമില്ല. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ജേർണി. ആൻഡ് ഐ ഗോട്ട് എ chance to talk with these people. Yeah, like a hobby. Only thing is that climate is a problem. And I got 1 month of vacation.
So guys, I was so grateful for the day because these people were so good, they were so kind, they were inquiring about my journey. താങ്ക് യു സോ മച്ച്. എൻ്റെ ഇയർഫോൺ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം എൻ്റെ ഡേയിലെ എൻഡ് ഇങ്ങനെ ആക്കി തന്നതിന് വളരെ സന്തോഷം. ആൻഡ് സീ വെയർ ഐ എം സ്ലീപ്പിംഗ്, 5th floor ഓഫ് ദറ്റ് ബിൽഡിംഗ്. എൻ്റെ കൂടെ കിടന്ന ഓരോ ചേട്ടന്മാരെ കണ്ടല്ലോ അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ. സോ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ, day 3. ബൈ.